വിജയേട്ടൻ തനിച്ചേ ഉള്ളോ? ആ, ഞാൻ ഹോൺ അടിച്ചതും കാറ് പോർച്ചിലിട്ടോന്നും നീ അറിഞ്ഞില്ലടി? ഇല്ല വിജയേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയി. ജാനി എവിടെ? നിനക്കവളെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. കുറച്ചു ദിവസം കാണാതിരുന്നാ നിനക്കും നിന്റെ അമ്മയ്ക്കൊക്കെ അത്രയും സമാധാനാവൂലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനം തരാൻ ഞാൻ തീരുമാനിച്ചു. അവളെ വിജയേട്ടൻ എവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു എന്നറിയാനുള്ള അവകാശമെങ്കിലും എനിക്കുണ്ടല്ലോ. നിനക്ക് എന്തിനൊക്കെയാ രത്നമ്മേ അവകാശം വേണ്ടത്? ജാനിമോളെ തല്ലാനും കൊല്ലാനുള്ള അവകാശം നിനക്ക് തീരെഴുതി കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ നിന്റെ വിചാരം. അതിൽ കൂടുതൽ എന്ത് അവകാശമാണ് നിനക്ക് വേണ്ടത്? സമ്മതിച്ചു. അവൾ എവിടെയുണ്ടെന്ന് അറിയാനുള്ള അവകാശവും അതിൽ പെടുവല്ലോ. അവൾ അമ്പലപ്പുഴയില് എന്റെ തറവാട്ട് വീട്ടില് എന്റെ അമ്മയോടൊപ്പം താമസിക്കുന്നു. ഇത്ര അറിഞ്ഞാ പോരെ? പോരെ. എന്തിനാ അവൾ അവിടെ നിർത്തിയിട്ട് പോന്നേന്നും കൂടി അറിയണം. എന്റെ അമ്മയ്ക്കൊരു കൂട്ട്, വേറെ ഒരു ഉദ്ദേശവുമില്ല. ജാനി നിങ്ങളുടെ അമ്മയ്ക്ക് ദാസ്യവേല ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാനോ എന്റെ അമ്മയോ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ട അതാണ് കുറ്റം. ജാനിമോൾക്ക് ഒരു ദാസ്യവേല അവിടെ ചെയ്യേണ്ടി വരില്ല. അമ്മയ്ക്ക് വയ്യെങ്കിലും അവിടെ സരള ചേച്ചിയുണ്ട്. പുറം പണിക്കായിട്ട് എല്ലാ ദിവസവും വരുന്ന ഒരു വേലക്കാരിയും ഉണ്ട്. ജാനിമോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടുക്കളയിൽ കയറി എന്തെങ്കിലും സഹായിച്ചാൽ മാത്രം മതി. ഓ, അപ്പോ സുഖവാസത്തിന് കൊണ്ടുപോയി ആക്കിയിരിക്കുകയാണ് അല്ലേ? എന്റെ രത്നമ്മേ, എന്തു ചെയ്താലും അതിന്റെ ദോഷവശം മാത്രം കാണാൻ നിനക്ക് എങ്ങനെ പറ്റുന്നടി? ഇതൊരു കഴിവായിട്ട് അംഗീകരിച്ച നീയാണ് ലോകത്തിലെ നമ്പർ 1. നീ എന്തെങ്കിലും കഴിക്കാനെടുത്ത് നോക്കി. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അമ്പലപ്പുഴയിൽ നിന്ന് കുളിച്ചിട്ടാ പോകുന്നത്. ഫ്രിഡ്ജിനകത്ത് ബ്രെഡ് ഇരിപ്പുണ്ട്, പഴവും കാണും. ഞാൻ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെന്താ? എല്ലാറ്റിനും കൂടി എവിടെയാ സമയം? ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് പിള്ളേരെ പോലെ നീ പട്ടിണി കിട്ടോ? പട്ടിണിയൊന്നുമല്ല. ബ്രെഡും പഴവും കഴിച്ചാലും വിശപ്പ് മാറുമല്ലോ. ഞാനും അതേ കഴിച്ചുള്ളൂ. ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് അല്ലേ? ആ, അടുക്കളപ്പണി എന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇവിടുത്തെ അടുക്കളപ്പണിയും തൂപ്പും തുടക്കലും വിഴുപ്പലക്കലും എല്ലാം ജാനിമോൾ ഒറ്റയ്ക്കല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനല്ലാതെ അവളെ ഒരു കൈ സഹായിക്കാൻ നിനക്കോ നിന്റെ തള്ളക്കോ തോന്നിയിട്ടുണ്ടോടി? ജാനിയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് മാത്രമേ നടക്കൂ. കുറച്ചു ദിവസം അവൾ ഇല്ലാതിരുന്നാലേ ജാനിമോളുടെ മഹത്വം നിനക്ക് ശരിക്കും മനസ്സിലാവും. നീയും നിന്റെ അമ്മയും കൂടി ഇവിടുത്തെ ജോലികളൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർക്ക്. എങ്കിലേ എല്ലാവരും കൂടി പട്ടിണി കിടക്കത്തേ ഉള്ളൂ. ഒന്നുകിൽ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു വീട്ടുവേലക്കാരിയെ നിർത്തണം. നിന്റെ കണ്ണില് ജാനിമോൾക്കും വീട്ടുവേലക്കാരിക്കും ഒരേ സ്ഥാനമാണ് അല്ലേ രത്തമ്മേ? അതിലും താഴെ അവളുടെ സ്ഥാനം. എന്നെക്കൊണ്ട് സ്ഥാനക്കയറ്റം കൊടുപ്പിക്കാനൊന്നും വിജയേട്ടൻ നോക്കുകയും വേണ്ട. അത് മനസ്സിലാക്കിയിട്ട് തന്നെയടി ജാനിമോള് കുറച്ചു ദിവസമെങ്കിലും അമ്പലപ്പുഴ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചത്. എന്തിനാ കുറച്ചു ദിവസം ആക്കുന്നേ? സ്ഥിരമായിട്ട് അവളെ വിജയേട്ടന്റെ വീട്ടിൽ തന്നെ നിർത്തിക്കോ. അയ്യോ, ഇതും എന്റെ വീട് തന്നെയാടി. ജാനിമോള് ഇവിടെയും താമസിക്കും, അവൾക്ക് ഇഷ്ടമുള്ളത്രയും കാലം. ദേ, വേലക്കാരിയായിട്ടല്ല, ഈ വീട്ടിലെ ഒരു അംഗമായിട്ട്.